മുഖ്യമന്ത്രി തൊഴിലാളി സംഘടന യോഗം വിളിച്ചിട്ട് ഇതിൽ അഭിപ്രായം തേടും. അപ്പോൾ എന്തായിരിക്കും CTUവിൻ്റെ നിലപാട്? ഇത് മുന്നോട്ട് പോകേണ്ട നിലപാട് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പാടില്ലെന്നും ഗോപാൽ ഗൗഡ റിപ്പോർട്ട് ഗവൺമെൻറ് ഒന്നുകൂടെ പഠിക്കണമെന്നും പഠിച്ച ശേഷം മാത്രമേ തീരുമാനങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ. ഇതിൽ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണം നടത്താൻ കഴിയുമെങ്കിൽ അത് ചെയ്യണമെന്നും തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളും കേരളം നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് ആണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ ഗോപാൽ ഗൗഡ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണത്തിലെ സാധ്യത പരിശോധിക്കുകയോ അല്ലെങ്കിൽ തുടങ്ങുകയോ എന്തെങ്കിലും ചെയ്തിരുന്നുണ്ട്? നമ്മൾ ആ സമയത്തായപ്പം ലാസ്റ്റ് കഴിഞ്ഞു. മുഖ്യമന്ത്രി പറയുന്നൊരു കാര്യം, ഇപ്പോൾ മറ്റ് നിയമങ്ങളുമില്ല, തൊഴിൽ കോഡുമില്ല, അതുകൊണ്ട് അനിശ്ചിതത്വം നിലനിൽക്കുന്നു. അതായത് നമ്മൾ വേറെ ഒരു നിയമം കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലല്ലോ. അപ്പം നിലവിൽ മറ്റേ നിയമം വെച്ചാണല്ലോ ഇപ്പോൾ നിലവിൽ ഇന്ത്യ രാജ്യത്തുള്ള അല്ലെങ്കിൽ കേരളത്തിൽ ഇന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 29ഓളം വരുന്ന നിയമങ്ങളുണ്ടല്ലോ. വേറെ ലേബർ കോഡ് ഇല്ല എന്നുള്ളൊരു സംശയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് തന്നെ ക്യാബിനറ്റിൻ്റെ ഒരു തീരുമാനം എടുക്കാം. മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വരെ, കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വരെ ഈ നിലവിലുള്ള നിയമമായിട്ട് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിക്കാം. എന്തായാലും ലേബർ കോഡുമായി മുന്നോട്ട് പോകുന്നത് തൊഴിലാളി വിരുദ്ധം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മറ്റു വഴികൾ, അതായത് സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള വഴികളിലേക്ക് പോകണം. എന്തായാലും ശക്തമായ എതിരഭിപ്രായം, വിമർശനം CTU ഉന്നയിക്കുക തന്നെയും യോഗത്തിൽ. ഉണ്ണി പാലാഴിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.